നിങ്ങൾ ഉറങ്ങുമ്പോൾ അവൻ നിങ്ങളെ കാണുന്നു. നിങ്ങൾ ഉണർന്നിരിക്കുന്നതും അവനറിയാം. നിങ്ങൾ എപ്പോഴാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതെന്നും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അവനറിയാം. ആയതിനാൽ നല്ലത് നന്മയ്ക്ക് വേണ്ടി എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. ഹാരി കോനിക് ജൂനിയറിൻ്റെ സാന്താക്ലോസ് ഈസ് കമ്മിങ് ടു ടൗൺ ഇതിലെ ഈ വരികൾ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. കഥകളിലൂടെയും പാട്ടുകളിലൂടെയും സിനിമകളിലൂടെയുമൊക്കെ ഒറ്റ രാത്രി കൊണ്ട് കുട്ടികൾക്കായി നിറയെ സമ്മാനങ്ങളുമായി ലോകം ചുറ്റുന്ന വെളുത്ത താടിക്കാരനായ ചുവന്ന കുപ്പായക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായേക്കാം. എന്നാൽ ആ മനുഷ്യൻ്റെ ഇതിഹാസത്തിന് പിന്നിലെ കഥകൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കാം. 1000 വർഷത്തിലേറെയായി തൻ്റെ ഹൃദയത്തിൻ്റെ നന്മകളിൽ നിന്ന് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വേർതിരിവില്ലാതെ നിസ്വാർത്ഥമായി സമ്മാനങ്ങൾ നൽകുന്നതിൻ്റെ ബഹുമതി സെൻറ്റ് നിക്കോളാസിനുണ്ട്. അതുമാത്രമല്ല, ക്രിസ്മസിൻ്റെ മഞ്ഞു പൊഴിയുന്ന അവധിക്കാലത്ത് ലോകമെമ്പാടുമുള്ള കുട്ടികൾ അവർക്ക് സമ്മാനങ്ങളുമായി എത്തുന്ന ക്രിസ് ക്രിഗിൾ അല്ലെങ്കിൽ ക്രിസ്മസ് ഫാദർ അല്ലെങ്കിൽ പെരേ നോയൽ, അങ്ങനെ പല കഥകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന സാന്താക്ലോസിൻ്റെ സ്നേഹവും സമ്മാനങ്ങളുമായി പ്രതീക്ഷിച്ച് കുട്ടികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. സാന്താക്ലോസിൻ്റെ ജീവിതത്തെയും ഇതിഹാസത്തെയും കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സാന്താക്ലോസിൻ്റെ ചരിത്രത്തിൽ പ്രധാന വ്യക്തിയായി കരുതപ്പെടുന്നത് AD 270-നും 343-നും ഇടയിൽ ഇന്നത്തെ തുർക്കിയിലെ ഏഷ്യ മൈനറിൽ സ്ഥിതി ചെയ്യുന്ന മൈറ പട്ടണത്തിൽ ജീവിച്ചിരുന്ന സൻ നിക്കോളാസിൻ്റെ കഥയുമായി ബന്ധപ്പെട്ടാണ്. സമ്പന്നരായ ക്രിസ്ത്യാനികളുടെ മാതാപിതാക്കൾക്ക് വർഷങ്ങളോളം അവർക്ക് ഗർഭധാരണം സാധ്യമായിരുന്നില്ല. സ്വന്തമായ ഒരു കുഞ്ഞുണ്ടാകാൻ അവർ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒടുവിൽ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അത് ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. അവർ അവന് നിക്കോളാസ് എന്ന് പേരിട്ടു. അവർ വളരെയേറെ സന്തോഷിച്ചു. എന്നാൽ ആ സന്തോഷം ഏറെക്കാലം അനുഭവിക്കാൻ അവർക്കായില്ല. മൈറ നഗരത്തിലുടനീളം വ്യാപിച്ച ഒരു പകർച്ചവ്യാധി മൂലം നിക്കോളാസിൻ്റെ ആ മാതാപിതാക്കൾ മരണപ്പെട്ടു. അതോടെ ചെറുപ്രായത്തിൽ തന്നെ നിക്കോളാസ് അനാഥനായി. മൈറയിലെ ക്രിസ്ത്യൻ ബിഷപ്പായിരുന്ന അമ്മാവനായിരുന്നു നിക്കോളാസിനെ പിന്നെ വളർത്തിയത്. അദ്ദേഹത്തിന് തൻ്റെ അനന്തരവനെക്കുറിച്ച് വളരെ അഭിമാനമായിരുന്നു. കാരണം നിക്കോളാസ് കുട്ടിക്കാലം മുതൽക്കേ നല്ല സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു. അവൻ വളർന്നപ്പോഴും മറ്റുള്ളവരോട് ദയ കാണിക്കുകയും ആളുകളെ സഹായിക്കുകയും ചെയ്തിരുന്നു. മാതാപിതാക്കൾ ഇല്ലാതെ വളർന്നതുകൊണ്ടാകാം കുട്ടികളെ നിക്കോളാസിന് വളരെ ഇഷ്ടമായിരുന്നു. നഗരത്തിലെ കുട്ടികൾക്ക് കളിക്കാനായി കൈകൾ കൊണ്ട് നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതിനായി അദ്ദേഹം കുട്ടികളെ സഹായിക്കുമായിരുന്നു. സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നിട്ട് പോലും പാവപ്പെട്ടവരോട് അനുകമ്പയുള്ള ആളായിരുന്നു നിക്കോളാസ്. തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ലായിരുന്നു. അദ്ദേഹം താമസിക്കുന്ന ആ പട്ടണത്തിൽ ഒരു പാവപ്പെട്ട പിതാവിന് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. വിവാഹപ്രായമായ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു വിടാനുള്ള സാമ്പത്തിക ശേഷി ആ ദരിദ്രനായ പിതാവിനുണ്ടായിരുന്നില്ല. അങ്ങനെ വിവാഹം കഴിക്കാതെ നിന്നുപോയാൽ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അടിമകളെപ്പോലെ ആരുടെയെങ്കിലും ദാസിപ്പണി ചെയ്ത് ജീവിക്കേണ്ടി വരും. ആ ദുരാവസ്ഥ മനസ്സിലാക്കിയ നിക്കോളാസ് ആരും അറിയാതെ ആ കുടുംബത്തെ സഹായിക്കാനായി സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ഒരു കിഴി ആ വീടിൻ്റെ ചിമ്മിനിയിലൂടെ വീടിനുള്ളിലേക്കിട്ടു. അത് ആ വീടിനുള്ളിൽ ഉണക്കാൻ തൂക്കിയിട്ടിരുന്ന ഡ്രയർ സ്റ്റോക്കുകളിൽ വന്നു വീണു. ഒടുവിൽ ദൈവം തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി എന്ന് വിശ്വസിച്ച് അച്ഛനും ആ പെൺമക്കളും സന്തോഷത്താൽ തുള്ളിച്ചാടി. അങ്ങനെ ആ ധനത്താൽ മൂത്ത മകളുടെ വിവാഹം നടന്നു. ഇനി 2 ഇളയ പെൺമക്കൾ കൂടിയുണ്ട്. അവർക്ക് വേണ്ടി കൂടി സഹായങ്ങൾ നൽകുന്നതിനായി വീണ്ടും നിക്കോളാസ് എത്തി. ഈ സ്വർണം വെറും വായുവിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നതല്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെ അടുത്ത മകൾക്കായി ആരാണിങ്ങനെ തങ്ങളെ സഹായിക്കുന്നത് എന്നറിയുന്നതിനായി ആ പിതാവ് ക്ഷമയോടെ നിരീക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് യുവ നിക്കോളാസാണ് തങ്ങൾക്ക് സ്വർണ്ണക്കിഴി സമ്മാനിക്കുന്നതെന്ന് കണ്ടെത്തി. അതോടെ നിക്കോളാസിൻ്റെ ദയാലുവായ ഹൃദയത്തെയും ദാനശീലത്തെയും കുറിച്ച് നഗരത്തിലെ ആളുകൾക്കിടയിൽ സംസാരമായി. നിക്കോളാസ് വളരെ ലളിതനായ ഒരു വ്യക്തിയായിരുന്നു. അയാൾക്ക് സന്തോഷിക്കാൻ ഒരുപാട് പണം ആവശ്യമുണ്ടായിരുന്നില്ല. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന സുഖമായിരുന്നു നിക്കോളാസിൻ്റെ സന്തോഷം. ആ നഗരത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളതെന്ന് കണ്ടെത്തി നിക്കോളാസ് അവരെ സഹായിച്ചിരുന്നു. മൈറ നഗരത്തിലുടനീളം സഹായം ആവശ്യമായിട്ടുള്ളവരുടെ വീടുകളിൽ നിഗൂഢമായി പ്രത്യക്ഷപ്പെടുന്ന അജ്ഞാത സമ്മാനങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. ഇത് ആൾക്കാരുടെ ഇടയിലും പരസ്പര സഹായ പ്രവണതകൾ ഉണ്ടാക്കി. ഏതു സമയത്തും അപ്രതീക്ഷിത സമ്മാനങ്ങൾ ലഭിച്ചാൽ അത് നിക്കോളാസിൻ്റെ അനുഗ്രഹമാണെന്ന് ആൾക്കാർ വിശ്വസിച്ചു പോന്നു.
നിക്കോളാസ് സന്യാസ ജീവിതം നയിച്ചും ആൾക്കാരെ സഹായിച്ചും തൻ്റെ അമ്മാവിൻ്റെ ബിഷപ്പ് സ്ഥാനം ഏറ്റെടുത്തും ആൾക്കാരുടെ ഇടയിൽ ഒരു വിശുദ്ധനെ പോലെ ജീവിച്ചു വന്നു. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി നൽകുന്നത് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. AD 343 സെന്റ് നിക്കോളാസ് മരിച്ചതിനു ശേഷവും സമ്മാനങ്ങൾ നൽകുന്ന സെന്റ് നിക്കോളാസിനെ കുറിച്ച് പല രീതിയിലും പല കഥകൾ പ്രചരിച്ചു തുടങ്ങി. കരയുന്ന കുട്ടികളെ ആശ്വസിപ്പിക്കുവാനും വികൃതി കാട്ടുന്ന കുട്ടികളെ നല്ലത് ചെയ്യിപ്പിക്കാനുമൊക്കെ സെന്റ് നിക്കോളാസ് സമ്മാനങ്ങൾ നൽകുന്ന കഥകൾ കുട്ടികൾക്കിടയിൽ പ്രചരിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും യൂറോപ്പിലുടനീളം സെന്റ് നിക്കോളാസിൻ്റെ കഥകൾ ക്രിസ്തുമസിന് കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന ഒരു പാരമ്പര്യം വരെ സൃഷ്ടിച്ചു. സാന്താക്ലോസിനെ ജനപ്രിയമാക്കിയത് ഫിൻലാൻഡാണ്. ഫിൻലാൻഡിലെ നാടോടി കഥകളും പുറംജാതീയ വിശ്വാസങ്ങളും സെന്റ് നിക്കോളാസിൻ്റെ കഥകളുമെല്ലാം കൂടിച്ചേർന്ന് സാന്താക്ലോസിൻ്റെ വിവിധങ്ങളായ നാടോടി കഥകളും കവിതകളും ഉണ്ടായി. പുതിയ പുതിയ സംസ്കാരങ്ങൾ കൂടിച്ചേർന്ന് സാന്താക്ലോസിന് പുതിയ രൂപഭാവങ്ങൾ ഉണ്ടായി തുടങ്ങി. മൃഗത്തോലിൻ്റെ കട്ടിയുള്ള ആവരണമായിരുന്നു ആദ്യകാല സാന്താക്ലോസിൻ്റെ രൂപം. സെന്റ് നിക്കോളാസിൻ്റെ രൂപവും കഥകളും അമേരിക്കയിലെത്തിയതോടെ ആധുനിക സാന്താക്ലോസിൻ്റെ രൂപഭാവത്തിന് തുടക്കം കുറിച്ചു. 19-ാം നൂറ്റാണ്ടിൽ പ്രശസ്ത കവിതാരചയിതാവായ കെമൻ ക്ലാർക്ക് മൂറിനെ പോലുള്ള അമേരിക്കൻ എഴുത്തുകാരും കവികളും ഫിൻലാൻഡിൽ പ്രശസ്തിയാർജിച്ചിരുന്ന നാടോടി കഥകളെയും സെന്റ് നിക്കോളാസിനെയും കോർത്തിണക്കി വർണ്ണാഭമായ വസ്ത്രം ധരിച്ച സന്തോഷവാനായ ഒരു മനുഷ്യനായി വർണ്ണിച്ചെഴുതി. 20-ാം നൂറ്റാണ്ടിൽ കൊക്കക്കോള കമ്പനി ഒരു ക്രിസ്മസ് പരസ്യ ക്യാമ്പയിൻ സൃഷ്ടിക്കുന്നതിനു വേണ്ടി പെയിൻറ്റിംഗ് ആർട്ടിസ്റ്റായ ഹാരൻ സുനുവിനെ ചുമതലപ്പെടുത്തിയപ്പോഴാണ് നമ്മളിപ്പോൾ കാണുന്ന വെളുത്ത നീണ്ട താടിയും ചുവന്ന കുപ്പായവും ധരിച്ച വളരെ ഊർജ്ജസ്വലത നിറഞ്ഞ എപ്പോഴും പുഞ്ചിരിക്കുന്ന സാന്താക്ലോസിൻ്റെ രൂപം നൽകിയത്. ആ പരസ്യ ക്യാമ്പയിനിൽ കൊക്കക്കോള എന്ന ബ്രാൻഡിനെ മാത്രമായിരുന്നില്ല ജനപ്രിയമാക്കിയത്, സാന്താക്ലോസിൻ്റെ ആ പുതിയ രൂപഭാവത്തെ കൂടിയായിരുന്നു ജനഹൃദയങ്ങളിൽ പതിപ്പിച്ചത്. എന്തൊക്കെയായാലും ഫിന്നിഷ് ഐതിഹ്യമനുസരിച്ച് ഫിൻലാൻഡിലെ ലാപ്ലാൻഡ് പ്രദേശത്തുള്ള റൊവാനിമ എന്ന ഗ്രാമത്തിലാണ് സാന്താക്ലോസ് വിശ്രമിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ടോൻഡു എന്ന കുട്ടിത്തേവാങ്കുകൾ കുട്ടികൾക്കായുള്ള സമ്മാനങ്ങൾ നിർമ്മിക്കുന്നതും. നല്ല കുട്ടികൾക്ക് വളരെ മനോഹരമായ സമ്മാനങ്ങളും വികൃതി കാട്ടുന്ന കുട്ടികൾക്ക് കൽക്കരി കഷ്ണങ്ങൾ പൊതിഞ്ഞ സമ്മാനങ്ങൾ നൽകി പറ്റിക്കുകയും ചെയ്യും. ലോകത്തിൽ ഏറ്റവും മനോഹരമായി ക്രിസ്മസ് ആഘോഷിക്കുന്നത് എപ്പോഴും മഞ്ഞു പൊഴിയുന്ന ഫിൻലാൻഡിൽ തന്നെയാണ്. ക്രിസ്മസിന് ഫിൻലാൻഡിലെ റൊവാനിമ എന്ന ഗ്രാമത്തിൽ സാന്താക്ലോസ് വില്ലേജിൽ എത്തിയാൽ അത് സ്വർഗത്തിൽ എത്തിയതുപോലുള്ള അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടാകുക. സാന്താക്ലോസിനെ കാണുവാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനും സാന്താക്ലോസ് സഞ്ചരിക്കുന്ന സ്ട്രെച്ച് വലിക്കുന്ന റെയിൻഡിയേഴ്സിനെ നേരിൽ കാണാനും മനോഹരമായി മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ക്രിസ്മസ് ട്രീകൾ നിറഞ്ഞ ആ സാന്താക്ലോസ് വില്ലേജിൽ നിന്നും ലോകമെമ്പാടുമുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഗ്രീറ്റിംഗ്സ് കാർഡ് അയക്കുവാനും കഴിയും. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഫിൻലാൻഡിലെ സാന്താക്ലോസ് വില്ലേജിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല. ജീവിതത്തിൽ ഒരു അതിമനോഹരമായ ഒരു നിമിഷം സ്വന്തമാക്കുവാൻ ഫിൻലാൻഡിലെ സാന്താക്ലോസ് വില്ലേജിലേക്ക് പോകുവാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചാൽ നിങ്ങൾ പോകുമോ? ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വളരെ വ്യത്യസ്തമാർന്ന വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ക്രിസ്മസ് ടു എവരിവൺ.